ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഇട്ട് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ കഴിഞ്ഞ ദിവസം അനുശ്രീയുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഒരു വീഡിയോസ് കണ്ടു. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു. ആ ഒരു ഉദ്ഘാടന വേദിയിൽ അനുശ്രീയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നതൊക്കെ കണ്ടിട്ട്, അപ്പോൾ പെട്ടെന്നൊന്നും കണ്ടപ്പോൾ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പിന്നെ എടുത്ത് നോക്കിയ വീഡിയോസ്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ഉദ്ഘാടനത്തിന് ഓരോ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കൂലേ, പിന്നെ ഷോപ്പ് ഉദ്ഘാടനത്തിന് നറുക്കെടുപ്പിലൂടെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതേമാതിരി ഒരു ഗിഫ്റ്റിലൊരു ചേട്ടൻ, ആ ചേട്ടന് ആണെന്ന് വിചാരിച്ചിട്ട് സ്റ്റേജിലേക്ക് ഓടി വന്നൊരു സന്ദർഭമുണ്ട്. എൻ്റെ പഠിച്ച റബ്ബേ, എങ്ങനെയാണത് എങ്ങനെയാണത് ഇതാക്കിയതെന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ആ ചേട്ടനായിരുന്നില്ല ഗിഫ്റ്റ്. ആ ചേട്ടൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ഇതാക്കുന്നത്. പാവം ഒരു ചേട്ടന്, എനിക്ക് തോന്നുന്നു വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കടന്നു പോകുന്നുണ്ടാകുന്നു. അതല്ല എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവുന്നൊരു വിങ്ങലുണ്ടല്ലോ. എത്ര നമ്മൾ ഒരു വലിയ നിലയിലെത്തിയാലും ആ ഒരു നല്ലൊരു മനസ്സുള്ളതുകൊണ്ട് ആ സമയത്ത് ആ വീഡിയോ കണ്ടവരൊക്കെ കരഞ്ഞിട്ടുണ്ടാവും. കാരണം അനുശ്രീ എന്നൊരു വ്യക്തി നമ്മളെക്കാട്ടിയൊക്കെ ഉയരങ്ങളിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അത് അത്രയും ഫീല് ഒരു മനുഷ്യനൊരു കണ്ണീര് വരണമെങ്കിൽ ഉയർന്നും താഴ്ന്നൊന്നുമില്ല. മനസ്സിൽ കുറച്ച് ദയവും സ്നേഹവും ഉണ്ടായിരുന്ന ഏതൊരു വ്യക്തിയും ആ വീഡിയോസ് കാണുമ്പോൾ വളരെ അധികം ഇമോഷണലായി പോകും. കാരണം അത്രയും നല്ല, എനിക്ക് എൻ്റെ പടച്ചോനെ എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ചേട്ടൻ്റെ ആ മുഖം ഉണ്ടല്ലോ, ഇന്നും എൻ്റെ മനസ്സിലിങ്ങനെ ഓടി വന്നിട്ട് ചേട്ടനല്ല എന്ന് പറയുമ്പോൾ ആ നിമിഷം ഒരു പൂ ചോദിച്ച് വന്ന ചേട്ടനൊരു പൂക്കാലമാണ് പോകുമ്പോൾ തിരിച്ചു കൊടുത്തതെന്ന് പറയണ മാതിരി ഇങ്ങനെയും എനിക്ക് തോന്നുന്ന അനുശ്രീ പിന്നെ ഒരു 10,000 രൂപ ഗിഫ്റ്റായിരുന്നു തോന്നുന്നു. 10,000 രൂപ തന്നെ. ആ 10,000 രൂപക്ക് വേണ്ടിയിട്ട് ആ ചേട്ടനാണെന്ന് എല്ലാന്ന് അറിയുമ്പോണ്ടല്ലോ എൻ്റെ പടച്ച റബ്ബേ, ആ ചേട്ടൻ്റെ ഒരു എന്താ പറയുക, ആ ചേട്ടൻ്റെ ഒരു മുഖഭാവം ആ സമയത്ത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. നമ്മൾ നമ്മൾ അത്ര അർജൻറ്റായിട്ട് നമ്മൾ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് 1 രൂപ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, സന്തോഷം ഉണ്ടാവും. ചിലപ്പോൾ അത് 1 രൂപ ആണെങ്കിലും ആ 1 രൂപ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമയത്ത് വേണ്ടത്. ചിലപ്പോൾ ചില സമയത്തൊക്കെ 10 രൂപക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ തിരയുണ്ടാവും. ആ സമയത്ത് ഒരു 10 രൂപ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിന് ഒക്കില്ല നമ്മൾ ഏതൊരു ഇതാണെങ്കിലും. എനിക്ക് തോന്നുന്ന ആ ഒരു കാര്യങ്ങൾ കാണുമ്പോണ്ടല്ലോ ഒന്നുമല്ലാന്ന് ചോദിക്കും. ഓരോ സന്ദർഭത്തിൽ ഞാനൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, പഠിച്ചോനെ എനിക്ക് എന്തിനാണ് പഠിച്ചോനെ എനിക്ക് മാത്രം ഇങ്ങനെ വിഷമങ്ങൾ തരുന്നതെന്ന് എന്ന് ആലോചിക്കും. അപ്പോൾ നമ്മളെ താഴെ തട്ടിലുള്ളവരെ കുറിച്ച്, നമ്മളെക്കാട്ടും താഴെ തട്ടിലുള്ളവർ എന്ന് വെച്ചാൽ നമ്മൾ വലിയ സംഭവം എന്നൊന്നല്ല പറയുന്നത്, നമ്മളെക്കാട്ടും ഒരു താഴെ തട്ടിലുള്ള ചിന്തിക്കുമ്പോൾ പഠിച്ചോനെ എൻ്റെ വിഷമം ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്ന കുറേ ടൈമുണ്ടാവും. അപ്പോൾ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സങ്കടവും സന്തോഷവും എനിക്ക് തോന്നുന്ന ആ ചേട്ടന് അതിലും ഏറെ ആ സ്റ്റേജിലേക്ക് വന്നിട്ട് ആ ചേട്ടന് അതല്ല എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നൊരു ഫീലിങ്സ് ഉണ്ടല്ലോ. എന്നിട്ട് അനുശ്രീ ആണെങ്കിലും കയ്യിൽ ക്യാഷ് വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു എന്തെന്ന് പറയുന്ന ആ ഒരു സന്തോഷത്തിന് ഒട്ടും കുറവില്ലാത്ത പാവം സ്വന്തം അച്ഛനെ പോലെയാണ് അനുശ്രീക്ക് ആ ഒരു ഫീലിങ്ങും ഇതൊക്കെ. സ്റ്റേജിൽ നിന്ന് മാറി നിന്ന് കരയുന്ന ആ കണ്ണീര് തുടക്കുന്ന ഒരു ആളാണ് ഞാൻ അവിടെ കണ്ടത്. പക്ഷേ ഞാൻ അങ്ങനെ ആളെ പടങ്ങളൊന്നും അങ്ങനെ കാണാറില്ല. പക്ഷേ എന്തായാലും ഒരാളെ തിരിച്ചറിയാൻ പറ്റുന്നതാണ്, അതാണ് ഏറ്റവും നമ്മളെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം. ആ ഒരു സങ്കടം ആ സമയത്തത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഏതൊരു കാര്യങ്ങളിലേക്കാണെങ്കിലും നമ്മൾ ചെന്നെത്തുന്ന ഒരു വഴി ഉണ്ടല്ലോ. നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിത്യേന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത്രക്കും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളൊന്ന് തോന്നും, പഠിച്ചനെ ഇതെന്താ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലേക്കാണ് ഈ കാലൊടിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയൊരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ കാണാൻ പറ്റാത്തുള്ള ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. കടങ്ങളും പ്രശ്നങ്ങളൊക്കെ വേറൊരു ബൈക്കിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഞാൻ ഇന്നലെ ടീച്ചർക്ക് മെസ്സേജൊക്കെ വിട്ടിട്ടോ,
ടീച്ചർക്ക് മെസ്സേജൊക്കെ വിട്ടിട്ട് ടീച്ചറോട് ചോദിച്ചു, നാളെ തിങ്കളാഴ്ച സ്കൂളുണ്ട്. ടീച്ചർ പറഞ്ഞു ഡാൻസൊക്കെ പഠിപ്പിക്കണം, അതുകൊണ്ട് വന്നിട്ടില്ലെങ്കിലും കുട്ടി ഡാൻസിനില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മുടക്കോളാണ് ഈ വരുന്നതൊക്കെ, ഈ ആഴ്ചകളിലൊക്കെ മുടക്കോളല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ മക്കളെ കാണണം എന്നുള്ള ഒരവസ്ഥയിലും എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. ഈ ഒരു സമയം വരെ എൻ്റെ കൊച്ചിന് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഈ ഇരിക്കണ അവസ്ഥ കിട്ടാം. എനിക്ക് എൻ്റെ കുട്ടി വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ സൈക്കിൾ വാങ്ങിച്ചോ ഉമ്മ, എൻ്റെ സൈക്കിൾ വാങ്ങിച്ചോ, അത് വിളിക്കുമ്പോൾ എൻ്റെ കൊച്ചി എന്നോട് ചോദിക്കും. അപ്പോൾ ഒരു ഉമ്മ എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടല്ലോ. അതേമാതിരി എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അതേമാതിരി തന്നെ പെട്ടെന്ന് ആ ചേട്ടനല്ല ആ ഗിഫ്റ്റ് എന്ന് അറിഞ്ഞപ്പോൾ ആ ചേട്ടനുണ്ടായ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത്രയും ബുദ്ധിമുട്ടിലാണ് ആ ചേട്ടനെ സന്തോഷിച്ചിട്ട് വന്നിട്ട് ചേട്ടനല്ല ഗിഫ്റ്റ് പേര് മാറിപ്പോയതാണെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നൊരു സങ്കടം ഉണ്ടല്ലോ. അനുശ്രീയും ആ സ്റ്റേജിൽ നിന്ന് കരയും. അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കാര്യം വെച്ചിട്ട് അതിങ്ങനെ വിളിക്കും, ഉമ്മ എൻ്റെ സൈക്കിൾ എന്തായി ഉമ്മ. പക്ഷെ നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നമ്മളെ മക്കളോട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഒരു കേക്ക് വാങ്ങിക്കണമെന്നോ ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിക്കണമെന്നോ പറയാൻ പറ്റില്ല കേട്ടോ. ആ സമയമൊക്കെ ആകുമ്പോൾ പഠിച്ചോൻ്റെ ഒരു ഇതിൽ നടന്നു കൂടാം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഉണ്ടല്ലോ ടൈം, എനിക്ക് തോന്നേ നാളെ മറ്റന്നാളുള്ള ടൈം തന്നെയുള്ളൂ. ഇന്നെൻ്റെ കൊച്ചിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ എങ്ങനെയാ ഒന്നും എനിക്കറിയില്ല. ഇതുവരെ ഞാൻ ഒന്നും എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ എൻ്റെ റബ്ബേ ഇതേമാതിരിയല്ലേ ഒരു മനുഷ്യന്മാരുടെ അവസ്ഥ, ഇതെൻ്റെ അല്ലേ ഞാൻ ഫേസ് ചെയ്യുന്നൊരവസ്ഥ എന്നുള്ളത് അങ്ങനത്തെ ഒരു ഫീലിങ്സിലൂടെ നമ്മൾ കടന്നു പറയും. ഇതിന് താഴമുള്ള കുട്ടികൾ കേക്ക് വാങ്ങിക്കാണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാണ്ട് ഒക്കെ പോണില്ലെന്ന് വയ്ക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളെ മക്കളെ ഓരോ സന്തോഷത്തിൽ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ മക്കളെ ഏറ്റവും വലിയ സന്തോഷമാണ് എനിക്ക് വലുത്. അതിന് വേണ്ടിയിട്ട് എന്തും ഞാൻ ചെയ്യും. കാരണം ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ 31 വയസ്സായി, എൻ്റെ മോൾക്ക് 12 വയസ്സായി. ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കളെ സന്തോഷം മാത്രം, വേറെ ഒന്നുമല്ല. ഞാൻ അനുഭവിച്ച വഴികളിലൂടെ അവരനുഭവിക്കരുത് എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും ഒരു ഇതുണ്ട്. എൻ്റെ മക്കൾ നന്നായി പഠിച്ച് അവരുടേതായ ഒരു ജോലിയിൽ അവർ എത്തണം എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയണത്. പക്ഷേ മക്കളല്ലേ, ചെറിയ കുട്ടികളല്ലേ, അവരോട് എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കും അമ്മച്ചിൻ്റെ ഇല്ല. ചില സമയത്തൊക്കെ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവട്ടെ. ഇത് കുറേ ബർത്ത്ഡേയുടെ മുന്നേ അവൾ പറയണതാണ് എന്നോട്, എനിക്കൊരു സൈക്കിൾ വേണം, എനിക്കൊരു സൈക്കിൾ. അത് അപ്പുറത്ത് വീട്ടിലൊക്കെ സൈക്കിളുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴാണെന്ന് തോന്നുന്നു അവരെ കളിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ പിള്ളേരല്ല അങ്ങോട്ട് ഇരുത്തതൊന്നും ഉണ്ടാവില്ല. പിന്നോട് തന്നെ പറയും, എനിക്കൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല, എനിക്കൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. പക്ഷേ എന്തായാലും ആ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് അനുശ്രീയുടെ ആ ചേട്ടൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, അത് നമ്മൾക്കപ്പോൾ ഞാനതിൻ്റേതായ കാര്യങ്ങൾ പറഞ്ഞതാണ് കേട്ടോ ഇവിടെ. എൻ്റെ റബ്ബേ, ഇങ്ങനെയുണ്ടല്ലോ മനുഷ്യന്മാർ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മൾ കുറേ നെഗറ്റീവ് ഇങ്ങനത്തെ ഒരു നല്ല കാര്യങ്ങളും നമ്മൾ കുറേ കാണാൻ ശ്രമിക്കണം. വെറും നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. വെറും നെഗറ്റീവ് മാത്രമല്ല നമ്മളെ ജീവിതത്തിൽ. നിങ്ങൾക്ക് ചെറിയ ഓരോ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആരാണെന്നുള്ളതൊക്കെ നമ്മൾക്ക് അപ്പം ചിന്ത വരും. പറഞ്ഞാൽ മനസ്സിലായി. ഞാനിപ്പോൾ ഈ കിടപ്പിൽ എനിക്ക് തോന്നുന്നത് കുറേ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. നമ്മളെ ഉമ്മാരുടെ സഹായത്തിലാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്. നമ്മളെ ഉമ്മാൻ്റെ സഹായത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അതാണെങ്കിലും. പക്ഷേ എൻ്റെ ഉമ്മ എനിക്ക് ഇന്ന് വരത്തി ഈ സമയം വരക്കും ഒരു കുറവോ ഒന്നും വരുത്തിയിട്ടില്ല. എൻ്റെ ഉമ്മ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.